മഞ്ഞിൽ കളിക്കുകയാണ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ വ്ളോഗ് എന്താ, നമ്മൾ കാശ്മീരിൽ ഫേമസ് ആയ സാധനം ഉണ്ടല്ലോ, മട്ടൻ ഹരീസ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പുക കൊണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ ഞാൻ മട്ടൻ കഴിക്കുന്നില്ല. പക്ഷെ എല്ലാവരും പോകുമ്പോൾ ഞാൻ പോവാണ്. എനിക്ക് ചിക്കൻ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കണമെന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ എന്താ പറയുക റൂമിലാണ്. എല്ലാവരെയും വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ പിള്ളേരുടെ റൂമിലോട്ട് ജസ്റ്റ് പോവാം. യോ എല്ലാവരും ഇവിടെ നിന്നാണ്ട് ചൂട് കായാണ്. ഞാൻ നീക്കാത്ത ആശാനതാ. കൊമ്പൻ നമ്മളെ റൂമിൽ ഹീറ്റർ ഇല്ലല്ലോ. ഇത് ചാർജറിനാണ് അല്ലല്ലേ? റമീസ്കാരുണ്ട്. റമീസ്കതാ ഏയ് കുളി നനയൊക്കെ കഴിഞ്ഞ് വരികയാണ്. കുളിച്ചില്ലല്ലോ? ഇല്ല, കുളിക്കണേ ആരെങ്കിലും തണുപ്പത്ത്. നാളെ ആവാം. ഇപ്പം നമുക്ക് എന്തായാലും പരിപാടിക്ക് പോവാണ്. പരിപാടിയില്ല, മട്ടൺ റൈസ് കഴിക്കാനല്ലേ റമീസ? മട്ടൺ റൈസ് കഴിക്കാൻ പോകല്ലേ? പിന്നെന്താ എന്നെ വിളിച്ചെന്തിനാ വിചാരിച്ച്? ഇതിന് 5:30 നമ്മൾ ആദ്യം മട്ടൺ റൈസ് കഴിക്കാൻ പോണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ അടുത്ത് തന്നെ. അപ്പം എന്തായാലും നമുക്ക് പോകുന്ന സമയത്ത് കാണാം ഗൈസ്. എന്നടാ നമ്മൾ അരി സഹിക്കാൻ പോകുമ്പോ ബൈക്കിന്റെ അവിടെ മഞ്ഞ കണ്ടു. എങ്ങനുണ്ട്? നടക്കട സീനാട്ടോ, നല്ല കിടിലൻ തണുപ്പ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അരി സഹിക്കാൻ പോകുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം എന്താ സ്ഥലത്തിന്റെ പേര്? പക്ഷെ നമ്മൾ ഇന്ന് തന്നെ പോകുന്നുണ്ട്. കാരണം എന്താ, നാളെ നോമ്പാ. നാളെ ആയതുകൊണ്ട് ഇന്ന് എന്തായാലും പോകണം. അപ്പൊ ഇന്ന് പോക്ക് മസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പോവാണ്. നമ്മളെ പിള്ളേരൊക്കെ അതേ മുന്നേ പോയിട്ടുണ്ട്. ഇങ്ങോട്ടായി വെടിക്കെട്ട് കാണാൻ വന്നിട്ടല്ലേ ഇപ്പൊ കുറച്ചുണ്ടാക്കും. മട്ടൺ ഹരീസിന്റെ സ്പോട്ട് ഇതാണ് മെയിൻ ഷെഫ്. ये देखो दूसरा, ये देखो। हाँ, उठा फोटो। ഗൈസ്, അങ്ങനെ നമ്മൾ ഗുൽമർഗിലോട്ട് പോവാണ്. ഗുൽമർഗിൽ എന്താ പറയുക കേബിൾ കാറെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് പോകുന്ന വഴിക്ക് ഷൂ എല്ലാം റെൻറ്റിന് വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് എന്ത് ചെയ്യും, ഷൂ സാധനങ്ങളെല്ലാം അവരൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോകുന്ന വണ്ടി ഞാൻ കാണിച്ചായിരുന്നു. നമ്മൾ ടവേരയിലാണ് പോണേ. മറ്റേ വണ്ടി വെച്ച് നോക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല. വണ്ടി അത്രയ്ക്ക് നേക്കൊന്നുമില്ല. ഉള്ളൊരു കുലുക്കം ഫീൽ ചെയ്യുന്നുണ്ട്, വൈബ്രേഷൻ ഫീൽ. കണ്ടോ നമ്മളെ വണ്ടി ഇന്ന് പോകുന്നേ. നമ്മൾ ഇന്നലെ പോയത് അടിപൊളി കിട്ടില്ല വണ്ടി തന്നെ. ഇന്ന് ഇതേ ഈ ഒരു ഷവേരയിലാണ്. ഷവേരല്ല, ഷവർലെറ്റിൻ്റെ ടവേര എന്ന് പറയുന്ന വണ്ടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് കുറേ മുമ്പ് നമ്മൾ ഇതിലൊക്കെ പോയ ഓർമ്മ ഉണ്ട്. ഇത് കണ്ടോ ടവേര ഷവർലെറ്റിൻ്റെ.
ഗായ്സ് അങ്ങനെ നമ്മൾ ഫൈനലി ഗുൽമർഗിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഫുള്ളി മഞ്ഞാട്ടോ. ഞാൻ ബാക്കിലോട്ട് വ്യൂ കാണിച്ചു തരാം. കേബിൾ കാർ ഇടണല്ലോ. ഗായ്സ് ബറഫ് നോക്കിക്കേ. ആര് 3 കിലോമീറ്റർ പോകണ്ടെന്ന് കേബിൾ കാറിന്റെ അടുത്തേക്ക്. കേബിൾ കാറിന്റെ അടുത്തേക്ക് 3 കിലോമീറ്റർ പോകണ്ട. മഞ്ഞിൽ കളിക്കുകയാണ്. ഗായ്സ് എന്ത് രസാ നോക്കിക്കേ. ഞാനിതുവരെ ഒരുപാട് മഞ്ഞിൽ ഓടി കളിക്കാന്, അതുപോലെ മഞ്ഞെടുത്ത് എറിഞ്ഞ് കളിക്കാന്, അതുപോലെ മഞ്ഞിൽ ഓടി നിറഞ്ഞ് കളിക്കാന്. ആ ടീംസ് എല്ലാം ഫ്രണ്ടിലുണ്ട്. മഞ്ഞ് കളിക്കാൻ ഇത്രക്കും അന്തസ്സായിട്ടുള്ള മഞ്ഞ് കിട്ടിയത് നമുക്ക് ഇന്നാണ്. ഇന്നലെ പോയ സ്ഥലത്ത് സ്നോ കുറവേനി, ഇവിടെ നല്ല കിടിലൻ സ്നോ ഉണ്ട്. സോ നമ്മൾ സ്നോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ പറ, ഈ ഒരു കാഴ്ച കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. സാവിത്രി എന്താ പറയല്ലേ? മോനെ കിടിലം ഫീൽ, അടിപൊളി, ഒന്നും പറയാനില്ല. കുറേ ദിവസം നമ്മൾ എത്ര ദിവസം യാത്ര ചെയ്ത് ഈ ഒരു സംഭവം കാണാൻ വേണ്ടിട്ട്? കഴിഞ്ഞ വ്യാഴ്ച മണിക്കൂർ കണക്കിന് ട്രെയിൻ 6 ദിവസല്ലേ? കണക്കിന് സമയം ട്രെയിൻ കുത്തിരുന്ന് ഫൈനലി നമ്മൾ വിചാരിച്ച ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നു. വിചാരിച്ച മഞ്ഞ് നമ്മൾ കണ്ടിരിക്കുന്നു ഗൈസ്. എന്നടാ അഞ്ഞ് തിരിച്ച് കാണിച്ചു കൊടുക്കാൻ എൻ്റെ മേത്തേക്ക് മഞ്ഞാക്കിയത്. അടക്കി നല്ല രസമുണ്ട്. ഇപ്പൊ കാണിച്ചു കൊടുക്കാൻ നല്ല രസം. അടക്കി കട്ടല്ലോ. കണ്ണാടി തേക്ക് എന്ത് കാണുന്നത് അങ്ങനെയല്ല. ഞാൻ എന്താ അപരാധാണ് ഈ കാണിച്ചത്? കളിക്ക് കല്ലോട്ടെ, ഞാൻ പിടിച്ചോളാം കേട്ടി. നമ്മൾ എടുക്കാൻ പോണ്. നമ്മ കേബിൾ കാറിൽ നമ്മൾ കേബിൾ കാർ കയറാൻ പോലെ ആദ്യമായിട്ടല്ലേ കേബിൾ കാർ? പിന്നല്ല, ആദ്യമായിട്ട് നോക്കട്ടെ എന്താ പാടുന്നത്. അത് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ കഴിച്ചു ഇന്നാള്. ഗായ്സ് അങ്ങനെ നമ്മൾ കേബിൾ കാർ കയറാൻ വേണ്ടി പോവാണ് ഗുൽമർഗിലെ. വെൽക്കം ടു ഗുൽമർഗ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും എന്താ പറയുക ഹൈയസ്റ്റ്, ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന റോപ്പ് വേ ആണ് ഇപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നു ഗൈസ്. ഇന്നലെ പോയെടുത്തു അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇപ്പോൾ നാരെ അവിടെ ഞാൻ ലേഡീസിൻ്റെയൊക്കെ ഇടാ ചുള്ളിവിളി. എന്തേ വീഡിയോ എടുക്കാമെന്നോ? അമ്പ ഇമ്മാരി തിരക്കാട്ടോ അവിടെ. എവിടെ ഓരെവിടെ? നമ്മളെ പിള്ളേര് ഇതേ ഇവിടെ ഉണ്ട്.
അങ്ങനെ നമ്മൾ നേരെ കേബിൾ കാർക്ക് കയറാൻ പോകട്ടോ. അതെ അവിടെയാണ് കേബിൾ കാറുള്ളത്. അതിൻ്റെ സെറ്റപ്പിലോട്ട് കയറാൻ വേണ്ടി പോകണേ. ഞാൻ ആദ്യമായിട്ടാണ് കേബിൾ കാർ കയറാൻ പോണേ. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കേബിൾ കാർ കംപ്ലൈൻ്റ് ആയതും അതുപോലെ എന്താ പറയുക സെക്കൻഡ് ഓപ്ഷനായിട്ട് വെച്ച സംഭവങ്ങളൊക്കെ കേൾക്കാറ് മിക്കവാറും ഈ സാധനങ്ങളൊക്കെ. നമുക്ക് അവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. കണ്ടോ ഓരോരുത്തർ കയറുന്നത്. കേബിൾ കാർ കയറാൻ വേണ്ടി വന്ന് തൊട്ടടുത്ത് എത്തിയിട്ടോ കേബിൾ കാറിൻ്റെ. നമ്മൾ കയറിയിരിക്കുന്നു. തട്ടല്ലേ ഒരാ കൂടി നീ പോരാ. 5-6 ഗായ്സ്. അങ്ങനെ നമ്മളെന്തായി കേബിൾ കാറിൽ കയറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബസ്സിലോ? തലയിറങ്ങോ? മേളിലേക്ക് അവിടുന്ന് കേട്ടാലോ വ്യൂ. യാ ഷെയ്ക്ക് ഏതല്ലേ. ഗൈസ് അങ്ങനെ നമ്മളെ സംഭവം കഴിഞ്ഞില്ലേ? ഇത്രേ ഉള്ളൂ. തിരിച്ചുണ്ടാവില്ല ഇനി. ഇങ്ങനെയുണ്ട്. ഇറങ്ങിക്കോ. ഫേസ് 1 എത്തിയിട്ടുണ്ട്. സംഭവം എന്തായാലും നൈസാണ്. പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഗുൽമർഗിലെ ഫേസ് 1 ഇപ്പോൾ ഉള്ളത്. അപ്പം ഇനി ഇവിടുന്ന് കുറച്ച് സ്നോൻ്റെ ഫോട്ടോ വീഡിയോ സംഭവം എടുത്തിട്ട് നമുക്ക് അതുപോലെ റിട്ടേൺ ഉണ്ടാവും. ഗൈസ് ഇവിടെ ഇങ്ങോട്ടേക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കറങ്ങിയിട്ട് കാണാനെല്ലാം പറ്റുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട്. നമ്മളെ കേബിൾ കാർ വരുന്നത് ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ വരുന്ന ഒരു സെറ്റപ്പാണ് കേബിൾ കാർ. അപ്പോൾ നമ്മൾ ഇതേ അതുവഴിയാണ് വന്നത്. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റീസും ഇവിടുത്തെ നമ്മളെ പ്രോഗ്രാംസെല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേബിൾ കാറിൻ്റെ കാര്യങ്ങൾ. കേബിൾ കാർ എന്തായാലും ഫേസ് 1 എല്ലാവരും ട്രൈ ചെയ്യുക. ഫേസ് 2 പോകണ്ടെന്നാണ് പറഞ്ഞത് എല്ലാവരും പോയവരെല്ലാം. കാരണം എന്താ വെച്ചാൽ ഈ ഫേസ് 1, 2 എന്നൊക്കെ ഉള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അപ്പറായി വരികയാണ് ഹൈറ്റിക്ക്. ഞാൻ ഈ ഫേസ് 2 കാണിച്ചു തരാം. ദേ അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ ടോപ്പിലൊരു സംഭവങ്ങൾ ടവർ പോലുള്ള ഭയങ്കര കുത്തനായിട്ടുള്ള സെറ്റപ്പ്. അതാണ് എന്ത് ഫേസ് 2. ഫേസ് 2 പോകുന്ന സ്ഥലമാണ് ആ ഒരു സെറ്റപ്പ്. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ഒരു കുത്തന സെറ്റപ്പിൽ ടോപ്പിക്ക് പോണ സംഭവങ്ങൾ കണ്ടില്ലേ? അതാണ് ഫേസ് 2. ഹൈറ്റിലോട്ട് കൂടുതൽ പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ മഞ്ഞ് കിട്ടാൻ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ തന്നെ അത്യാവശ്യം മഞ്ഞുള്ള സ്ഥിതിക്ക് എന്ത് വേണ്ട, നമുക്ക് അങ്ങനെ ടോപ്പിലോട്ട് പോകണമെന്ന് നിർബന്ധമില്ല. ഇനി പോകാൻ താല്പര്യമുള്ളവർക്ക് പോവാം. എൻജോയ് ആ രീതിക്ക് ആഗ്രഹിക്കുന്നവർക്ക് പോവാം. പിന്നെ അത്യാവശ്യം ഫണ്ടുണ്ട്. 1,800 ഉണ്ട്. ഇത് ഏകദേശം 800 സംതിങ് ആണ് വരുന്നത്. മറ്റേത് 1,800 സംതിങ് ആ റേഞ്ച് വരും. ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്ത് വന്ന കേട്ടോ, ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? നല്ല രസമുള്ളൊരു സ്പോട്ട്. ഞാനിങ്ങനെ ഈ ഒരു വീടിൻ്റെ പടുക്ക് മഞ്ഞിങ്ങനെ കൂടുതൽ വീണുണ്ടപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കിയാണ് ഈ ഒരു പൊസിഷനിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഇതുപോലെ ഓപ്പണായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഇതുപോലെ നടന്നു പോകണ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ സംഭവമാണ്. അതായത് ഇവരിങ്ങനെ കീഞ്ഞ് വരുന്നുണ്ടല്ലേ, അതിനെന്താ പറയാമെന്നറിയില്ല. കാലിലൊരു സാധനം വെച്ചിട്ട് കീഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ ആൾക്കാരെ മുകളിലോട്ട് കൊണ്ടുപോകുന്ന സെറ്റപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ ആളുകൾ പോകുന്നത്. അപ്പോൾ ആ സെറ്റപ്പെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഫുള്ള് മഞ്ഞാട്ടോ, നല്ല രസമുണ്ട്. ഞാൻ കുറച്ച് സമയമായിട്ട് ഇവിടെ ഇങ്ങനെ അലഞ്ഞടക്കുകയാണ്. നമ്മളെ കൂടെ ഉള്ളവർ എവിടെയെന്നുള്ളൊരു പിടുത്തമില്ല. ഞാൻ അവിടെ ഒരു നല്ല സ്പോട്ട് ഉണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ പോയിന്.
പിന്നെ വന്നപ്പോൾ അവരെങ്ങോട്ടോ തിരിഞ്ഞു. ഞാനിങ്ങനെ അവരെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ വന്ന വഴിക്ക് അങ്ങോട്ടേക്ക് നല്ലൊരു മൗണ്ടൻ വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. മഞ്ഞുമലകൾ കൊണ്ട് നിറഞ്ഞ ഒരു വ്യൂ. അങ്ങനെ നമ്മൾ ഗുൽമർഗെല്ലാം കറങ്ങി വന്നിട്ട് ഇപ്പോൾ സ്ട്രീറ്റിൽ ഫുഡ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ചാർജെല്ലാം കഴിഞ്ഞിട്ടോ, അതാണ് പിന്നെ തിരിച്ചു വരുമ്പോഴുള്ള ഒറ്റ ഒരു വിഷ്വൽസ് എടുത്തിട്ടില്ല. ഇവിടെ ഞാൻ വണ്ടിയിൽ റൺ ചെയ്യുന്ന സമയത്താണ് പവർ ബാങ്കിന് ചാർജ് ചെയ്ത് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ ചോദിച്ചോക്കട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കട്ടെ. ഇത് ശ്രീനഗർ എന്താ പറയുക കയാം ചൗക്കിലായിട്ടുള്ളത്. കയാം ചൗക്ക് എന്ന് പറഞ്ഞ സ്പോട്ടിലാണ് നമ്മളുള്ളത്. നമ്മുടെ പിള്ളേരെല്ലാം അകത്തുണ്ട്. റമീസ് വന്നില്ല, റമീസ് റൂമിൽ പോയി. റമീസിന് മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക അവൻ്റെ റൂമിൽ പോയി. നമ്മുടെ പിള്ളേരെല്ലാം അതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താ അയ്യോ ഞാനാ കാശ്മീരിലെ സ്പെഷ്യൽ റിസ്ദ, ചിക്കൻ കാന്തി, ഷീ കബാബ്.